പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റ് ഉള്ളതായ ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പല രീതിയിൽ ഇത് ഉണ്ടാക്കാം, എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എളുപ്പവുമാണ്, കഴിക്കാൻ വളരെ രുചികരവുമാണ്. ഇതിനുവേണ്ടി ഞാൻ 1.5 കിലോ കഴുകി വൃത്തിയാക്കിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും ചേർത്ത് വെച്ചിരുന്നു. ഇത് കുക്കറിലേക്ക് മാറ്റുക. കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഇടുക. വെളുത്തുള്ളി അല്ലി ഇടുന്നത് ഓപ്ഷണലാണ്. എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ വെക്കുക. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല, ബീഫിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തുകൊള്ളും. ആദ്യം ലോ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും വേണം വെക്കാനായിട്ട്. അതിനുശേഷം ഒരു പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കൂടെ 2 സബോള അരിഞ്ഞതും 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിട്ട് വഴറ്റണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ടാലും മതി. ഇത് നല്ലതായിട്ട് വഴന്നു വരണം. വഴന്നതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഇതിനകത്തിടണം. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് മൂപ്പിക്കണം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ആ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം. ഇത് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് നമ്മൾ അരിഞ്ഞിടുന്നുണ്ട്. നമ്മളിതിനകത്ത് 3 തരം മുളകളാണ് ഇടുന്നത്. പച്ചമുളക് ഇടുന്നുണ്ട്, മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. അപ്പം പച്ചമുളക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ഇടാം. അതുപോലെ തന്നെ 1 സ്പൂൺ ഗരം മസാലയും ഇടണം. എന്നിട്ടിത് നന്നായി ഇളക്കുക. ഈ സമയം ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത് വന്നിരിക്കുന്ന ബീഫ് ഈ മസാലക്കൂട്ടിലേക്ക് ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിനകത്ത് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. ഇനി തുറന്നാണ് ഇത് ഇളക്കേണ്ടത്, അടയ്ക്കേണ്ട ആവശ്യമില്ല. ചാറ് വേണ്ടെങ്കിൽ, ഗ്രേവി വേണ്ടെങ്കിൽ കൂടുതലിട്ട് ഇളക്കിയെടുക്കുക. ഇതിനകത്തിട്ട വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നല്ലൊരു ബീഫ് കറി, ബീഫ് റോസ്റ്റ് റെഡിയായി. പാനിൽ കടുകിട്ട് ഉള്ളിയിട്ട് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് വഴറ്റുന്നതിന് പകരം കുക്കറിൽ അത് ചെയ്താലും മതി. എന്നാൽ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് വളരെ ടേസ്റ്റാണ്. ഈസി ആൻഡ് ടേസ്റ്റി നാടൻ ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.